ഹലോ. അപ്പോൾ ഗുഡ് ഈവനിങ്. ഇപ്പം വീക്കെൻഡായി. അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വീക്കെൻഡ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന സ്റ്റോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ്ലി വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ടോട്ടലി ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിൽക്കുകയാണ്. 24,520 എന്നുള്ള റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ 600 to 800 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ അടുത്ത വീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇഫ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പം മാർക്കറ്റിലെ നിഫ്റ്റിയുടെ ഒരു മെയിൻ ഇൻഡെക്സ് മാത്രമല്ല, നമ്മൾ സ്മോൾ ക്യാപ്പ് നോക്കിയാലും എല്ലാത്തിലും ഒരു മാർക്കറ്റിൽ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നിലവിലുള്ളത്. സോ കുറച്ച് കെയർഫുള്ളായിട്ട് മാത്രം ട്രേഡ് എടുക്കുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെല്ലാം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പഠിക്കാൻ ശ്രമിക്കുക. ശേഷം മാത്രം വലിയ വലിയ പൊസിഷൻസും കാശിറക്കിയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു അബദ്ധമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞ ശേഷം നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സ്റ്റോക്കുകളിലേക്ക് സ്ട്രൈറ്റ് പോകാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ജോയിൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഈ ആഴ്ച കുറച്ച് സ്റ്റോക്സ് ട്രേഡ് ഞാൻ എടുത്ത എൻട്രീസിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം അത് വന്ന് കാണാം. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് നമുക്ക് സ്റ്റോക്കിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടേണ്ടത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് നിൽക്കുന്നത്. ഒരു ചെറിയ സ്ട്രക്ചർ ബ്രേക്ക് അപ്സൈഡിലേക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഒരു പുൾ ബാക്കിലാണ് നിൽക്കുന്നത് സ്റ്റോക്ക്. ഇപ്പം സ്റ്റാർ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് റേഞ്ച് 400 റേഞ്ചിനുള്ളിൽ നിൽക്കുകയാണ്. ഈ ഒരു 400 റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കി ബ്രേക്ക് ഔട്ടിനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിന് മുകളിൽ ഒരു 450ക്ക് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് കണ്ടീഷൻ പോലെ ഇരിക്കും ഈ ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടാവുന്നത്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ 450ക്ക് മുകളിൽ സ്റ്റാർ ഹെൽത്ത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഇടുക. നൈസ് ഒരു മൊമെൻറ്റ്, ഒരു 500 റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇഫ് മാർക്കറ്റ് കണ്ടീഷൻ എല്ലാം അനുവദിക്കുവാണെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റാർ സിമെൻ്റ് ആണ്. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് റേഞ്ചിലാണ് വാങ്ങിയതും ഈ കാര്യമെല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അല്ലാത്തവരും ജോയിൻ ചെയ്താൽ ഇതേപോലെ അപ്ഡേറ്റുകളൊക്കെ കിട്ടും. ഇപ്പോൾ സ്റ്റാർ സിമെൻറ്റ് 243 റേഞ്ചിലാണ് ക്ലോസിങ്. 248 വരെയൊക്കെ ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ 250, 260 റേഞ്ചിലേക്ക് സ്റ്റാർ സിമെൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ 208, കുറച്ച് ഡീപ്പായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. കാര്യം ഈ സ്റ്റോക്ക് സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ കുറച്ച് ഡീപ്പ് സ്റ്റോപ്പ് ലോസ് വെച്ച് സ്റ്റോക്കിൽ എൻ്റർ ചെയ്തത്. അപ്പോൾ നമുക്ക് 250 to 260 റേഞ്ചിന് മുകളിൽ ഈ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ഈ വരുന്ന 1 or 2 വീക്സിൽ പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റുകളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോക്കിൽ സ്റ്റിൽ ഒരു കണ്ടിന്യൂസ് ബുള്ളിഷ് മൊമെൻറ്റത്തിന് സാധ്യതയുണ്ട്. നമുക്ക് വീക്കിലി നോക്കുകയാണെങ്കിലും സ്ട്രോങ് ക്ലോസിംഗ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 255 മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം സ്റ്റാർ സിമെൻറ്റ് എന്നുള്ള സ്റ്റോക്കിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം സ്റ്റാർ സിമെൻറ്റ് നിങ്ങളെല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. അടുത്ത സ്റ്റോക്കും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ എൻട്രി എടുത്തിട്ടുണ്ട്. മെഡ്പ്ലസ് ഹെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റോക്കിലാണ്. അപ്പം മിനിഞ്ഞാന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ദിവസം മുന്നേ ഈ സ്റ്റോക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് വരെ വന്ന ശേഷം തിരിച്ച് കയറിപ്പോയി. അപ്പം സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് പ്രഷർ ഇവിടെ കാണിക്കുന്നുണ്ട്. 870 റേഞ്ചാണ് ഈ സ്റ്റോക്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. എൻ്റെ ടാർഗറ്റ് ഒരു 950 മുകളിൽ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റോക്ക്. അപ്പം ഈ വീക്കിലെ നമുക്കൊരു വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലോസിംഗ് തന്നിട്ടുണ്ട്. സോ ഒരു 937 മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെഡ്പ്ലസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് അടുത്ത വീക്കിലെ പെർഫോമൻസ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്കും ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ എനർജി സർവീസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഞാൻ ഈ ഒരു വീക്കിൽ ഈ ലാസ്റ്റായിട്ട് വാങ്ങിയ സ്റ്റോക്കുകളിലൊന്ന്. എൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കിയാൽ അറിയാം സ്ട്രോങ്ലി ഒരു ക്ലോസിംഗ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് 346 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 350ക്ക് മുകളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നേനെ. ബട്ട് കുഴപ്പമില്ല, 346 അല്ലെങ്കിൽ 350 റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 400 റേഞ്ചിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. 400 to 420 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഏഷ്യൻ എനർജി സർവീസസ് പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് 310 റേഞ്ചിലായി ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 346 റേഞ്ചിലാണ്. ഒരു പുൾ ബാക്ക് എൻട്രി അല്ലെങ്കിൽ ഒരു
ഒരു റീടെസ്റ്റ് ടൈപ്പ് ക്യാൻഡിലാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ വരുന്ന ദിവസത്തിൽ നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്ന്. ഏഷ്യൻ എനർജി സർവീസ് എന്ന് പറഞ്ഞ കമ്പനി ഈ ഒരു 340 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 410 വരെയൊക്കെയാണ് ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ. അപ്പം നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് നമ്മുടെ XAUSDയുടെ ചാർട്ടാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നൊരു ട്രേഡ് ഞാൻ ഇന്ന് എടുത്തിരുന്നതാണ്. ഒരു ഇൻട്രാഡേ ട്രേഡാണ് എടുത്തിരുന്നത്. രാവിലെ ഒരു 10 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് പൊസിഷൻ വെച്ചിട്ട് എടുത്ത ട്രേഡാണ്. വൈകിട്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടി, ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അത് ഇൻട്രാഡേ ട്രേഡാണ്. ആൻഡ് നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. ഇമാമി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ബേസ് ഉണ്ടാക്കുന്നുണ്ട്. മാർക്കറ്റ് ഇതാ 620 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇമാമി ലിമിറ്റഡ് ഞാൻ വരുന്ന വീക്സിൽ ഒരു 651 to 685 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ക്ലോസിങ് വീക്കിലി നമുക്ക് നോക്കാം. വീക്കിലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, നല്ല സ്ട്രോങ് ക്ലോസിംഗ് ആണ് വീക്കിലിയിൽ വന്നേക്കുന്നത്. സോ 620ക്ക് മുകളിൽ ഞാൻ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 650 to 685 റേഞ്ചിലേക്ക് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇമാമി ലിമിറ്റഡ്, ഇതും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റോക്ക് ടാരിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആൻഡ് റെക്ടിഫയർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നല്ലൊരു റിസൾട്ട് വന്നു, സ്ട്രോങ് റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ കമ്പനി. അപ്പോൾ അടുത്ത ആഴ്ചയിലെ പ്രധാന വാച്ച് ലിസ്റ്റിൽ ഒന്നാണ് എൻ്റെ ഈ സ്റ്റോക്ക് ടാരിൽ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ ആൻഡ് റെക്ടിഫയർ ലിമിറ്റഡ്. വീക്കിലിയിൽ നോക്കിയാൽ നിങ്ങളൊരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ മേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് എൻട്രി ചെയ്യുവാണെങ്കിൽ തന്നെ 515 ഞാൻ എൻട്രി ചെയ്യും. മാർക്കറ്റിലെ മൺഡേയിലെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ എൻട്രി ചെയ്യും. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 460ക്ക് താഴെ ആയിരിക്കും. ടാർഗറ്റ് ഞാൻ നോക്കുന്നത് ഒരു 550 ഫസ്റ്റ് ടാർഗറ്റ്, ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഒരു 600 റേഞ്ചിലേക്ക് ഞാൻ എൻ്റെ ടാർഗറ്റ് നോക്കും. അപ്പോൾ തിങ്കളാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ എൻട്രി ഫിക്സ് ചെയ്യത്തുള്ളൂ. ആ കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടാരിൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ സ്റ്റോക്കിനെ ഫണ്ടമെൻ്റലി കുറച്ച് നല്ല സ്റ്റോക്കാണെന്നാണ് എൻ്റെ വിശ്വാസമല്ല, ഫണ്ടമെൻ്റലി കുറച്ച് ബെറ്റർ സ്റ്റോക്കാണ്. നല്ല റിസൾട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഒരു വരുന്ന വീക്സിൽ നല്ല മൊമെൻറ്റത്തിന് ഈ സ്റ്റോക്കിൽ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് സ്റ്റാലിയൻ ആൻഡ് ഫ്ലൂറോകം എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. ഇന്നലെ ഈ സ്റ്റോക്കിൽ സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്കൗട്ട് നടന്നു. ആൻഡ് ഇപ്പോൾ ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണ് കാണുന്നത്. ഒരു ഇൻസൈഡ് ബാർ ടൈപ്പ് ക്യാൻഡിലാണ്. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ 180 to 200 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 144 മുകളിൽ ഈ ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങിയാൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്താൽ വരുന്ന ദിവസത്തിൽ ഓക്കെ ഒരു 180 റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യണം, ആൻഡ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യണം. 130 എന്നുള്ളൊരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയും വേണം. എങ്കിൽ ഈ സ്റ്റോക്കിൽ സ്റ്റാലിയൻ ആൻഡ് ഫ്ലൂറോകം എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. IPO സ്റ്റോക്കാണ്. നല്ലൊരു ബ്രേക്കൗട്ട് മൊമെൻറ്റം ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. റീറ്റെയിലേഴ്സും ഒരുപാട് പേര് വാങ്ങുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് ഗ്ലോബൽ സ്പിരിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മന്ത്ലി ചാർട്ട് കാണിക്കുകയാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ മന്ത്ലി ചാർട്ട് കണ്ടോ നിങ്ങൾ? മന്ത്ലി ചാർട്ടിൽ സ്ട്രോങ് ബൈയിങ് ഇവിടെ കാണാം കഴിഞ്ഞ മാസം. ആൻഡ് ഈ ഒരു റേഞ്ച് സ്ട്രോങ് ബ്രേക്കൗട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഗ്ലോബൽ സ്പിരിറ്റ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡിംഗ് പ്ലാന് ഒന്നെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് 1300 മുകളിൽ ക്ലോസിംഗ് കിട്ടിയാൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കും. ആൻഡ് നല്ലൊരു റേഞ്ച് 1300 to ഒരു 100 പോയിൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് അല്ലെങ്കിൽ എൻ്റെ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാന് ഗ്ലോബൽ സ്പിരിറ്റ്സിൽ 1130 ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്താൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ബൈയിങ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ ഒരു ബൈയിങ് ശ്രമിക്കുന്നതായിരിക്കും. 2 ട്രേഡിംഗ് പ്ലാൻ ഗ്ലോബൽ സ്പിരിറ്റ്സിലുണ്ട്. കാര്യം മന്ത്ലിയിൽ നല്ല ക്ലോസിംഗ് ആണ് കഴിഞ്ഞ മന്ത് കിട്ടിയത്. സോ എൻ്റെ 2 ട്രേഡിംഗ് പ്ലാനാണ് ഉള്ളത്. ഒന്നുകിൽ 1300 മുകളിൽ ഞാൻ ട്രേഡ് ചെയ്യും ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഡൗൺ സൈഡ് വരുമ്പോൾ 1100 എന്നുള്ള റേഞ്ചിൽ ഞാൻ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഒരു ബൈയിങ് ക്യാൻഡിൽ കണ്ട അവിടെ നിന്ന് ബൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 ട്രേഡിംഗ് പ്ലാൻ ഈ ഗ്ലോബൽ സ്പിരിറ്റ്സ് എന്നുള്ള സ്റ്റോക്കിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരുന്ന ദിവസത്തിൽ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സ്റ്റോക്ക് രാംകോ സിമൻസ് ആണ്. ഇതും ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം മന്ത്ലി ക്യാൻഡിലാണ്. കഴിഞ്ഞ മാസത്തെ മന്ത്ലിയിലെ സ്ട്രോങ് ക്ലോസിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് പോലത്തെ ഒരു മൊമെൻറ്റുമാണ്, ഒരു മൂവ്മെൻറ്റാണ് നടക്കുന്നത് രാംകോ സിമൻസ് എന്ന കമ്പനിയിൽ. സിമൻസ് സ്റ്റോക്സിലെല്ലാം എനിക്കൊരു ബുള്ളിഷ്നെസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ രാംകോ സിമൻസ് ഞാൻ ക്ലോസ്ലി ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടതാണ്. മന്ത്ലി ക്യാൻഡിൽ ക്ലോസിംഗ് സൂപ്പറായിരുന്നു കഴിഞ്ഞ മാസം. ആൻഡ് ഇവിടെ ഒരു റീടെസ്റ്റും കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ ഫോക്കസിലിട്ടത്. ആൻഡ് നമുക്കിപ്പം 2 ട്രേഡിംഗ് പ്ലാൻ ഇവിടെ ഉണ്ട്. ഒന്നുകിൽ 1200 മുകളിൽ ട്രേഡ് ചെയ്യാം,
അല്ലെങ്കിൽ 1057 ഈ റേഞ്ച്. അപ്പം നമുക്ക് നോക്കാം ഏത് റേഞ്ചിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതെന്ന്. അപ്പം ഇതേപോലത്തെ സ്റ്റോക്കുകളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമുക്ക് ട്രേഡിംഗ് പ്ലാൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ നോക്കും, ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ വരെ വരുവാണെങ്കിൽ അവിടെ നിന്നൊരു ബൈയും നോക്കും, മറിച്ച് മാർക്കറ്റ് ബൈയും പ്രഷർ കാണിക്കുവാണെങ്കിൽ 1200 ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ ഞാനൊരു ട്രേഡിംഗ് പ്ലാന് ഇടുന്നതായിരിക്കും. ഇപ്പോൾ 2 ട്രേഡിംഗ് പ്ലാന് ഇതേപോലെ രാംകോ സിമൻസിലും ഉണ്ട്. കാര്യം ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും ഞാൻ 1130 കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഞാൻ ഇപ്പം വാങ്ങത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബേറിഷ്നെസ് ഉണ്ട്, ലാസ്റ്റ് ക്യാൻഡിലും റെഡാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യോ ഇല്ലയെന്ന് വലിയ ഉറപ്പില്ല. സോ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് മാത്രമേ ഈ രാംകോ സിമൻസ് എന്നുള്ള സ്റ്റോക്കിൽ ഞാൻ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് SSEGL എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, സ്ട്രോങ് ബ്രേക്കൗട്ടിനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നത് 411 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റപ്പ് വീക്ക് ആവും. മറിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 445ക്ക് മുകളിൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും പോവുകയാണെങ്കിൽ സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 500 റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഒരു 500 റേഞ്ചിലേക്ക് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഈ ഒരു സെറ്റപ്പ് വാലിഡായിട്ട് ഇരിക്കാൻ ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. ഇത് 411 മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഈ സ്റ്റോക്ക് ഞാനൊരു അപ്സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. SSEGL എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ SSEGL ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടോളൂ. 411 താഴെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് 500 റേഞ്ചിലേക്ക് ഞാൻ കണക്കാക്കും. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. മാർക്കറ്റ് മേ ബി ഒരു ചെറിയ പുൾ ബാക്ക് വന്ന് ഈ ട്രെൻഡ് ലൈൻ അടുപ്പിച്ച് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. SSEGL. അടുത്ത സ്റ്റോക്ക് ശോഭ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നല്ല റിസൾട്ട്, നല്ല ഫണ്ടമെൻ്റൽസും സാമാന്യമുള്ള കമ്പനിയാണ്. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മന്ത്ലി ക്യാൻഡിൽ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ മാസത്തെ അത്യാവശ്യം ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിലുണ്ട്. ആൻഡ് സെയിം കഴിഞ്ഞ 2 മാസമായിട്ട് സെയിം ഏരിയയിലാണ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കാണുന്നത്. 1730 എന്നുള്ള റേഞ്ചിലാണ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ശോഭ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു ബൈ സൈഡ് നോക്കും. 1734 ഫസ്റ്റ് ടാർഗറ്റ്, 200 പോയിൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നന്നായിരുന്നേനെ. നിങ്ങൾ നോക്കി നമുക്കിപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. മാർക്കറ്റ് ഒരു 1600ക്ക് മുകളിൽ ട്രേഡിംഗ് സ്ട്രോങ് ആയിട്ട് നടക്കുവാണെങ്കിൽ നമുക്കൊരു 200 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഒരു അപ്സൈഡ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ശോഭ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത സപ്പോർട്ട് 1400 ഈ ഒരു താഴത്തെ റേഞ്ചിലും സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ 2 സപ്പോർട്ട് വരച്ച് ഓരോന്ന് പറഞ്ഞു തരുന്നത് മാർക്കറ്റ് അൺസർട്ടൻ ആണ്. മാർക്കറ്റിലൊരു വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ് പല സെറ്റപ്സ് ഫെയിൽ ആവാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് പ്ലാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 സപ്പോർട്ട് റേഞ്ചുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തികച്ചൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. കാര്യം മന്ത്ലിയിൽ ആ ഒരു റേഞ്ചിലേക്കാണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. മന്ത്ലി നോക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഉറപ്പ് വരാനാണ്. മന്ത്ലി ക്യാൻഡിലിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ട്രേഡിംഗ് പ്ലാൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സ് ഞാൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ട്രേഡിംഗ് നോക്കിയിട്ട് നമുക്ക് പുതിയ സ്റ്റോക്സ് ഞാൻ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തിങ്കൾ ചൊവ്വ ദിവസത്തിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്റ്റോക്സ്, സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ മാർക്കറ്റ് കണ്ടീഷൻ മോശമായത് കൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ മാക്സിമം പേര് ജോയിൻ ചെയ്യുക, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്, വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രേഡിങ്ങിൽ എൻ്റെ ഒരു വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.